ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ഒരു ബലിപ്പെരുന്നാൾ കൂടി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. ഈ ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഒരു സ്പെഷ്യൽ ഡെസേർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തേങ്ങാപ്പാലും ചൗവരിയും മാങ്ങാപ്പഴവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. കണ്ടു നോക്കാം എങ്ങനെയാണത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രത്തിലേക്ക് 1/3 കപ്പ് ചൗവരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുതിരാനിടാം. ഒരു പാത്രത്തിൽ ചൗവരി വേകാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ചൗവരി ഇട്ട് കൊടുക്കണം. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചാൽ നന്നായിട്ട് തിളച്ച് വന്നാൽ ചൗവരി വെന്ത് വരും. നമുക്കപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചൗവരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ അങ്ങനെ തിളയ്ക്കുമ്പോഴേ അത് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മുടെ ചൗവരി ഏകദേശം ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാതിരി വെളുത്തിട്ട് കാണാം, അപ്പോൾ ഓർക്കും വേകാതെ കിടക്കുന്നതാണ്. പക്ഷേ അത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞത് 15 മിനിറ്റ് എന്നാണ്, പക്ഷേ ഇത് ഏകദേശം 20 മിനിറ്റിന് മേലെ എടുത്തു. നന്നായിട്ട് തിളച്ച് 20 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ചിലതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നല്ല ഈ കണ്ണാടി പോലെ കാണാം. നമ്മുടെ ഈ ഓരോ മുത്തുമണി, പളുങ്ക് മുത്തുമണി പോലെ കിടക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തീ ഓഫ് ചെയ്ത് ഊറ്റിയെടുക്കാം. ഇത് ഞാൻ ഒരു അരിപ്പയിലോട്ട് വെച്ചൊന്ന് ഊറ്റി ചൂടുവെള്ളം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിക്കണം. അപ്പോൾ ആ പശയൊക്കെ അങ്ങ് മാറിക്കിട്ടും. കാരണം ഇതിലൊരു ചെറിയൊരു പശപ്പ് കാണും. പശ അങ്ങ് മാറാനായിട്ടാണ് ഈ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം വെള്ളമെല്ലാം വാർന്നു പോകാനായിട്ട് നമുക്ക് വെക്കാം. ചൗവരി നമ്മൾ വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പളുങ്കുമണി പോലെ ഇരിപ്പില്ലേ. ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇത് ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ചൗവരി നന്നായിട്ട് വെന്തെന്നുള്ളതാണ്. ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ക്രീം മിൽക്കാണേ. പാല് നമ്മൾ അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു. ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങുമ്പം 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഞാനിപ്പോൾ കുറച്ചായിടുന്നത്, വേണേൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ അളവിൽ നിങ്ങൾ ഇട്ടാൽ മതി. പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുമ്പോഴത്തേക്കും ഇനിയിപ്പം പാല് തിളച്ച് വരുമല്ലോ. അപ്പോൾ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ചൗവരി ഇട്ട് കൊടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. പാല് തിളച്ച് പോകാൻ നോക്കണം കേട്ടോ. തീ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചിടാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉണ്ടോ വെള്ളമൊക്കെ ഊറ്റി വെച്ച് നമ്മുടെ പളുങ്കുമണി പോലത്തെ ചൗവരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചൗവരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പാല് തിളച്ചതല്ലേ, ചൗവരി വെന്തതുമാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊരു 2 മിനിറ്റ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെ. അപ്പോൾ നമ്മൾ ഈ പാലും ചൗവരിയും കൂടെ നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് തിളച്ച് സൈഡിൽ നിന്നൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും ഇത് 1.5 കപ്പ്, അതായത് ഈ മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് ഞാൻ അളന്ന് വെച്ച തേങ്ങാപ്പാൽ. ഇത് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് ഇവിടെ ക്യാനിൽ, അതായത് ടിന്നിൽ കിട്ടിയ തേങ്ങാപ്പാലാണ്. നമുക്ക് ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം. ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഇതിനകത്തൊന്ന് കിടന്ന്, അല്ല നല്ല തിളച്ച് പൊങ്ങി വരുമൊന്നും വേണ്ട, എന്നാലും സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറിയ തിള വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നല്ലേ ചിലപ്പോൾ തിളച്ച് ചാടിപ്പോവും. മധുരം നോക്കിയപ്പോൾ ഇച്ചിരി കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുവാണേ. 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പം മധുരം ഒട്ടും കഴിക്കാൻ മേലാത്തവർ ഇതിനൊരു ശകലം പോലും മധുരം ചേർക്കാതെ, കാരണം നമ്മൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ഒരു വളരെ ചെറിയ തോതിൽ മധുരമുണ്ട്. വളരെ മധുരം ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പോകുന്നതാണ് അവസാനം. അപ്പോൾ ഫ്രൂട്ട്സിനകത്തൊക്കെ മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരും ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവരുമാണെങ്കിലും മധുരം ഒഴിവാക്കിക്കൊണ്ട് ഈ ഡെസേർട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലും അപ്പോൾ ഇതിലേക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്തു. പാല്, തേങ്ങാപ്പാൽ, പഞ്ചസാര, ചൗവരി വേവിച്ചത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒരു തിള വന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് ഒരു ഇച്ചിരി പാലിനകത്ത് കലക്കിയത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലിരിക്കണം. ഇതിനി നമുക്ക് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത കസ്റ്റാർഡിൻ്റെ ചൂട് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊരു ഈ കൺസിസ്റ്റൻസിയിൽ കുറുകിയും വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മളിനിയും 1 കപ്പ് മാങ്ങാപ്പഴം അരിഞ്ഞത്, ഞാനിവിടെ ഫ്രോസൺ മാങ്ങ എടുത്തിരിക്കുന്നത്, ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങാപ്പഴം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ 1 കപ്പ് ഫ്രോസൺ മാങ്ങ ഇട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് മാങ്ങ ഉണ്ട് അതിടുന്ന ഏറ്റവും നല്ലത്. 1 കപ്പിന് മേലെ നിങ്ങൾക്ക് കൂടുതൽ ഇച്ചിരൂടി ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ കസ്റ്റാർഡ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇനി സെർവ് ചെയ്യാം. മാങ്ങാപ്പഴം അരിഞ്ഞതുകൊണ്ട് നമുക്കിതൊന്ന് അലങ്കരിച്ചെടുക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ഡെസേർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ എന്നെ അഭിപ്രായം അറിയിക്കണം. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.